ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ രാഹുൽസ് വ്യൂ. ഇന്നത്തെ വീഡിയോയ്ക്ക് ശേഷം ഇന്നത്തെ റിവ്യൂ റെട്രോ. ഈ പടം എങ്ങനെയുണ്ടെന്ന് ഒറ്റ വാക്കിൽ പറയാനാണെങ്കിൽ, നിങ്ങൾ കാർത്തിക് സുബ്ബരാജ് എന്ന മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു, ആ ഡയറക്ടറിന്റെ ബ്രില്യൻസ് അതുപോലെ പടങ്ങൾ ഇഷ്ടമാണ്, അതുപോലെ തന്നെ സൂര്യ എന്നൊരു നടനെയും നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ സിനിമയുടെ 7 അയലക്കത്തെ പോകാൻ പാടില്ല. ഇമ്മാതിരി ഒരു അപരാധം ഞാൻ ഈ അടുത്ത് കണ്ടിട്ടില്ല. ഈ അടുത്ത് കണ്ടത് സൂര്യയുടെ തന്നെ പടത്തിലാണ്, കങ്കുവ. ആ കങ്കുവനെയും വെട്ടിക്കാൻ രീതിയിലാണ് ഈ പടം ഇറക്കിയേക്കുന്നത്. കാർത്തിക് സുബ്ബരാജ്, ഞാൻ പറയാം, ഈ കങ്കുവ ഇറങ്ങിയ സമയത്ത് കുറെ റിവ്യൂവേഴ്സ് അതുപോലെ തന്നെ എല്ലാവർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ പടത്തെ പറ്റിയിട്ട്. എനിക്ക് നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. ട്രെയിലറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ ഒരു വെറൈറ്റി ഉണ്ടാവും. പിന്നെ കാർത്തിക് സുബ്ബരാജ് എന്നുള്ള ആളെ ഡയറക്ടർ, പുള്ളിയുടെ സിനിമകൾ എടുത്തറിയാം. ആ പടത്തിന്റെ കഥ അതുപോലെ ആ പടത്തിന്റെ സ്റ്റൈല്, മേക്കിംഗ് എല്ലാം ഡിഫറൻസ് ആയിരിക്കും. അപ്പൊ എല്ലാം ഡിഫറെന്റ് രീതിയിലായിരിക്കും പുള്ളി ചെയ്യണത്. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും എന്ന് വിചാരിച്ചാണ് പടത്തിന് പോയത്. FDFS കാണാൻ പറ്റിയില്ല, വേറെ ഒരു പ്രോഗ്രാം ഉള്ള കാരണം. അതുപോലെ തന്നെ ഉച്ചയ്ക്കാണ് കണ്ടത്. അപ്പോ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, സൂര്യ എന്ന നടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. ഈ പടം പ്രൊഡ്യൂസ് ചെയ്തേക്കണത് സൂര്യയും ജ്യോതിയും കൂടിയാണ്. ഇത് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു കഥ? ഈ കഥ, ഇതിനകത്ത് കഥയേ ഇല്ല. എല്ലാരും മൊബൈല്, ഈ പടം തുടങ്ങിയപ്പോ തൊട്ട് മൊബൈൽ നോക്കാൻ തുടങ്ങിയ കുറെ ആൾക്കാർ. അതുപോലെ തന്നെ കൂവാൻ വേണ്ടി കൂവാനേ സീനിൽ ഈ പടത്തിലുള്ളൂ. ആദ്യം തൊട്ട് അവസാനം വരെ ലോകം അപരാധിച്ച ഡയലോഗ്സ്, അതുപോലെ തന്നെ കുറെ സീൻസ്, ഫൈറ്റ്, ആവശ്യമില്ലാത്ത കുറെ. പിന്നെ കാർത്തിക് സുബ്ബരാജിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് മുമ്പത്തെ പടമായിട്ട് ഏകദേശം സാമ്യമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ഇടയ്ക്ക് നമ്മൾ ഈ സർക്കസാണ് കാണുന്നത്. സർക്കസിൽ മറ്റേ 2 ബെല്ലടിക്കുമ്പോൾ മറ്റേ ബോളിട്ട് കളിക്കുന്ന 2 ചേച്ചിമാരൊക്കെ വന്നിട്ട് കുറെ പരിപാടി ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ കോമാളികൾ വരും. അങ്ങനത്തെ കുറെ സെറ്റപ്പുകളുണ്ടല്ലോ. അതുപോലെ തന്നെ ഇടയ്ക്ക് നമ്മൾ അങ്ങനെ വിചാരിക്കും, ഇടയ്ക്ക് നമ്മൾ ബാല കാണണമെന്ന് വിചാരിക്കും. പല സീൻസും നമ്മൾ ബാലെ, അതുപോലെ നാടകം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ചിരിക്കാനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം ഫുള്ള് ചിരിക്കാനാണ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പടം തിയേറ്ററിൽ പോയി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിരിക്കാൻ എങ്ങനെയാണ്. അവസാനം ഫുൾ കോമഡി ആട്ടോ. നമുക്ക് ഇങ്ങനെ എൻജോയ് ചെയ്ത് ചിരിച്ചുകൊണ്ടിരുന്നിട്ട് നല്ല ഹാപ്പി ആയിട്ട് നമുക്ക് ഇറങ്ങി പോരാം. കാർത്തിക് സുബ്ബരാജ് ഇങ്ങനത്തെ ഒരു പടം എടുത്തു. ഇത് ഈ ജനങ്ങൾ സ്വീകരിക്കുന്ന ആളെങ്ങനെ ഈ പടത്തിൽ, എനിക്ക് മനസ്സിലായത് എന്താണ് ഉദ്ദേശിച്ചത്. ഈ പടത്തിൽ ആർക്കും ഒന്നും മനസ്സിലാവില്ല. കുറെ